ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ മേക്കിംഗ് വീഡിയോ ആണ്. അതായത് യൂണിക്കോണിനെ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ഫോണ്ടന്റ് ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൻ്റെ ഓൺലൈൻ ക്ലാസ് ഈ ഒരു മാസം 24th സ്റ്റാർട്ട് ചെയ്യുകയാണ്. 7 days ആണ് ക്ലാസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും എൻക്വയറി വരുന്നത് കൊണ്ട് സെക്കൻഡ് ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ബാച്ചിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണതാണ്. അപ്പോൾ 5 ഫിഗേഴ്സും പിന്നെ ഹോം മെയ്ഡായിട്ടുള്ള ഫോണ്ടൻറ്റ് ചെയ്യണതും ഫുൾ കവറിങ്ങും ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ യൂണിക്കോണിനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് CMC പൗഡർ ചേർത്തിട്ടാണ് ഈ ഒരു ഫോണ്ടൻറ്റിനെ മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് കൈ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് വലിയ സൈസും മുകൾ ഭാഗത്തായിട്ട് ചെറിയ സൈസിലുമായിട്ടാണ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മുകൾ ഭാഗത്ത് തിക്നെസ് കുറഞ്ഞ ഭാഗത്തിന് ഒന്ന് കർവ് ഷേപ്പാക്കി എടുക്കുക. ഇപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹെഡ് ചെയ്യണതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഈ ക്രാക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിനെ റൗണ്ട് ഷേപ്പിൽ റോൾ ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഒരു ഓവൽ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ അതുപോലെ ഒരു ഓവൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂണിക്കോണിൻ്റെ ഹെഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോഡിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് സൈസാവണം. ഒരുപാട് വലിയ ഹെഡ് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ വെയിറ്റ് ഈ ഒരു ബോഡിയിൽ താങ്ങൂല. എന്നിട്ട് ചെറിയൊരു പീസ് ഒരു പിങ്ക് കളറിലുള്ള ഫോണ്ടൻറ്റിനെ എടുത്തിട്ട് ഈ ഹെഡിൻ്റെ തലപ്പ് ഭാഗത്ത് ഷാർപ്പായി വന്നിട്ടുള്ള ഭാഗത്തായിട്ട് കുറച്ച് എഡിബിൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യണതും അതുപോലെ ജോയിൻ ചെയ്യണതൊന്നും ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫോൺ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒന്നിങ്ങനെ എന്താ പറയുക, സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രസ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ബോഡിയും ഹെഡും കൂടി വരുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോണ്ടൻറ്റിനെ താഴ്ഭാഗത്ത് യൂണിക്കോണിനെ താഴ്ഭാഗത്ത് കെടുത്തിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിക്ക് കൊടുക്കാൻ കഴിയില്ല. പിന്നെ സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് അതിൽ നിന്ന് എന്താ പറയുക മുകളിലേക്കായിട്ട് വരും. പിന്നെ മുകളിൽ ഹെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എഡിബിൾ ഗ്ലൂ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ്ഡ് കളേഴ്സ് വെച്ചിട്ട് ഹെയർ റെഡിയാക്കി എടുക്കുക. ഹെയർ റെഡിയാക്കാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി, ചെറിയ ബോൾസിനെടുത്തിട്ട്. അപ്പോൾ ഇതുപോലെ ഉള്ളൊരു നീളത്തിലുള്ളൊരു ഷേപ്പായി വരും കേട്ടോ. എന്നിട്ട് ഓരോ ഹെയറിന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹെയർ കൊടുത്തതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ കൊമ്പ് കൊടുത്തിട്ടുണ്ട്, യൂണിക്കോണിൻ്റെ കോണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മിക്സ് ചെയ്തിട്ടുള്ള ബാക്കി കളർ വെച്ചിട്ട് ഇതിന് വാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ചെവി കൊടുക്കണം. ചെറിയൊരു വൈറ്റ് ഫോണ്ടൻറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിന് ചെവി കൊടുത്തിട്ടുള്ളത്.
ഇപ്പോൾ യൂണിക്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ചെറിയൊരു കണ്ണും കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂണിക്കോൺ റെഡി ആവും കേട്ടോ. സിമ്പിളാണ് ഈ ഒരു യൂണിക്കോണിനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് കൈയും കാലും ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു യൂണിക്കോണാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ണ് കൊടുക്കുന്നത് ബ്ലാക്ക് ഫോണ്ടൻറ്റിൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു എന്താ പറയുക പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് വെച്ച് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ യൂണിക്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിക്കോണിന് കൈയും കാലും ഒന്നുമില്ല കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ളത്. അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള യൂണിക്കോൺ കേട്ടോ. മറ്റേ ഇരുന്നിട്ടുള്ള യൂണിക്കോണിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ ഈ ഒരു യൂണിക്കോണിനെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ മേക്കിംഗ് വീഡിയോ കാണിച്ച യൂണിക്കോൺ അല്ല കേട്ടോ ഈ ഒരു കേക്കിൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ കോണിലൊക്കെ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. ഞാൻ ഇത് അതിൻ്റെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള യൂണിക്കോണാണ്. ഇങ്ങനെ ഒരു യൂണിക്കോണിനെ ചെയ്തെടുക്കുന്നതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് വാങ്ങിക്കുന്നത് 200 രൂപയാണ് കേട്ടോ. ഏതൊരു ഫിഗർ ചെയ്യണതിനും 200 രൂപയാണ് എക്സ്ട്രാ ചാർജായിട്ട് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിക്കോണിനെ ചെയ്യുന്ന മെത്തേഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി ഇതേ മോഡലൊക്കെ ഡെക്കറേഷൻസ് വരുമ്പോൾ ഈ ഒരു മോഡലിൽ യൂണിക്കോണിനെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്